സന്തോഷമായി എനിക്ക്. എന്താടാ ജംഷഡ്പൂർ പൊട്ടി 2-0. നിങ്ങളെ തോൽപ്പിച്ചതിന്റെ പ്രതികാരമാണ്. ഞാൻ ഈസ്റ്റ് ബംഗാളിനെ സപ്പോർട്ട് ചെയ്യണേ. ചുണക്കുട്ടികളല്ലാടാ 2-0 ജംഷഡ്പൂരിനെ തോൽപ്പിച്ചേ. അത് ശരിയാ. ആദ്യ ഗോള് അതും 19ാമത്തെ മിനിറ്റ് കിട്ടിയ കോർണറിൽ നിന്ന് ഹിജാസിയുടെ ഒരു ക്ലോസ് റേഞ്ച് ഫിനിഷ്. ആ ഗോള് അത് നൈസായിരുന്നു. സെക്കൻഡ് ഗോൾ കണ്ടില്ലേ 47ാം മിനിറ്റിൽ മറ്റേ സിവറിയോ. ഒന്നും പറയാനില്ല, കിടിലൻ ഷോട്ടായിരുന്നു. ഒരു 2-3 ഗോളും കൂടി കൂടുതൽ അടിച്ചെങ്കിൽ ഇത്തിരി കൂടി അടിപൊളിയായി. ഈ 2-0 ജയം അതും സെമി ഫൈനലിൽ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൈസ് കളിയാണ്. അതല്ലളിയാ, ഞങ്ങളെ തോൽപ്പിച്ച് ജംഷഡ്പൂർ നാണം കെടണം. എന്തായാലും എനിക്ക് സന്തോഷമായി. ഐ ആം ത്രിൽഡ്. ഇന്ത്യ തോറ്റതറിഞ്ഞില്ലേ? അതെനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇന്ത്യ തോക്കുന്നു. ഇന്ത്യയുടെ റാങ്ക് 102 ആയിരുന്നെങ്കിൽ സിറിയയുടെ 92 ആയിരുന്നു ഫിഫ റാങ്ക്. തോറ്റതോടെ ഇന്ത്യയുടെ ഫിഫ റാങ്കിങ് നേരെ കുത്തനെ താഴേക്ക് പോയി. ഏഷ്യ കപ്പ് തുടങ്ങിയപ്പോ 102 റാങ്കിൽ കടന്ന ഇന്ത്യ ഇനിയിപ്പോ 117 എന്താവുന്നല്ല പറയണേ. എന്നാലും 3 ടീമിന്റെ കൂടെ കളിച്ചിട്ടേ 6 ഗോള് വാങ്ങിച്ചു കൂട്ടിയതല്ലാണ്ട് ഒരു ഗോള് പോലും തിരിച്ചടിച്ചില്ല. എന്റെ പൊന്നളി, ഇന്ത്യൻ ടീം എങ്ങനെയാ നന്നായി കളിക്കണം നീ പറ. എന്തേ നന്നായി കളിച്ചാ? ഒറ്റയ്ക്ക് കളിക്കുന്ന ഗെയിമാണോ? അതൊരു ടീം വർക്കാണ്. അതിനൊരു കോർഡിനേഷൻ ഒക്കെ വേണം. അതെ, ടീം വർക്കാണ്. അതിന് ഡിസംബർ 28 വരെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിച്ച പ്ലേയേഴ്സ് എത്ര ദിവസം കിട്ടിയിട്ടുണ്ടാവും ഏഷ്യ കപ്പിന് പ്രിപ്പയർ ചെയ്യാൻ? ഇത് തമ്മിലുള്ള ഒരു ഗ്യാപ്പ് വെച്ച് നോക്കുമ്പോൾ ഒരു 10 ദിവസം ഗ്യാപ്പാ കിട്ടിയ. കൂടി ഒന്ന് ഒരു 1 വീക്ക് ട്രെയിനിങ് കിട്ടിയത്. ഇത്ര വലിയ മത്സരം കളിക്കുമ്പോ അതിന്റെ മുമ്പിലുള്ള പ്രിപ്പറേഷൻ ഈ 1 വീക്ക് മതിയാ. അതുപോരാ. അതാ ഞാനെന്ന് പറഞ്ഞ ISL ഒരു കാരണമാണ് ഇന്ത്യൻ ടീമിന്റെ മോശം പെർഫോമൻസിന്റെ പിന്നിൽ. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എന്തായാലും തോറ്റ ഔട്ടായി. ഞാൻ അടുത്ത മാസം നടക്കണ വേൾഡ് കപ്പ് ക്വാളിഫയറിലെങ്കിലും ഒന്ന് ജയിച്ചാൽ മതി. അത് മാർച്ചിലല്ലേ അഫ്ഗാനിസ്ഥാന്റെ കൂടെ? ജയിക്കാവോ? ആ, മാർച്ചിൽ അഫ്ഗാനിസ്ഥാന്റെ കൂടെ തന്നെയാ. ഇന്നത്തെ കളി ബാസ്റ്റിന്റെ മുംബൈയും കൂടി തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനമായി. അതെന്താ മറന്നാ നീ? നമ്മളൊക്കെ കളി തോറ്റ് ഇവിടെ 3G ഇരുന്നാ മതിയാ? അവനും വരണ്ടേ? ഇവിടെ ഉണ്ടായിരുന്ന ഉണ്ടായി അളിയാ. ഞങ്ങൾ തോക്കണമെന്ന് വിചാരിക്കുന്നത് തന്നെ നിങ്ങളുടെ അതിമോഹമാണ്. അതിമോഹമാ അളിയ. കപ്പടിക്കാൻ പോകുന്ന ടീമല്ലേ അളിയ ഞങ്ങളുടെ? ഓ റിയലി? ഒറ്റയ്ക്ക് അങ്ങോട്ട് തീരുമാനിച്ചാൽ മതിയാ? ഒഡീഷ കൂടി തീരുമാനിക്കണം അല്ലേ? ഇന്ന് സെമിയിൽ ഒഡീഷനെ തോൽപ്പിച്ച് 28ാം തീയതി ഫൈനലിൽ ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ച് ആ കലിംഗ സൂപ്പർ കപ്പ് ഞങ്ങൾ ഇങ്ങോട്ട് എടുക്കും. എത്ര മനോഹരമായി നടക്കാത്ത സ്വപ്നം. നടക്കൂടാ, നടക്കും. നീ നോക്കിക്കോ ബ്രോ. നീ മാൻഡ്രേക്കിനെ ഇറക്കിയടാ. എന്റെ പൊന്നളിയ ശരത്തെ, ഇതിന് മാൻഡ്രേക്ക് ഒന്നും വേണ്ട. ഒഡീഷ കിടിലൻ ടീമാണ്. ഇവരെങ്ങനെ പോയാലും തോൽപ്പിക്കും. നശിപ്പിച്ച് കുഴപ്പമോയോ? കണ്ടാ, മാൻഡ്രേക്കിന് വരെ മനസ്സിലായി കപ്പ് ഞങ്ങൾക്കാന്ന്. കോക്കനട്ട് കഴിക്കും. എന്റെ പൊന്നാളിയ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഇത്രയും 5 പേരുണ്ടായിട്ട് അതിന് ഞങ്ങളുടെ ടീം മാത്രമല്ലേ അളിയ ഈ സെമി എത്തിയേ. അപ്പൊ നിങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണ്ടേ? ഞങ്ങൾ കപ്പടിക്കാൻ. എന്നാലല്ലേ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഒരു ഇതുള്ളൂ. നീ ഒന്ന് തിരിച്ചാലോചിച്ച് നോക്കിയേ. ഞങ്ങൾക്ക് ഇത്രയും ടീമിന് കിട്ടാത്ത സൂപ്പർ കപ്പ് നിനക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പട്ടി ഷോ ഞങ്ങൾ കാണണ്ടേ? അതെ, വേറൊരു കാര്യം അറിഞ്ഞാ ISLന്റെ ഇനിയുള്ള ഷെഡ്യൂള് ഇന്ന് ഇറങ്ങുന്നാണ് പറഞ്ഞേ. ഈ മാസം തന്നെ കളി പുനരാരംഭിക്കുന്നു കേട്ട്. വേഗം വരട്ടെ. ചിലവർക്ക് ചില കണക്കുകൾ തീർക്കാനുണ്ട്. ISL ടേബിൾ ടോപ്പ് ഞങ്ങളാണല്ലോ. എന്നാ കളി കഴിഞ്ഞ് കാണാം. ഞാൻ പോയിട്ടെ മലൈക്കോട്ടെ വാലിബൻ കാണട്ടെ. വാലിബനോ? എടാ ഞാനുണ്ട്. എടാ എന്നെ കൊടുക്കൊണ്ടോ?